പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയരെ, നമ്മളിന്ന് ഒക്ടോബർ 18 നമ്മുടെ സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്ക് പരിശുദ്ധ മറിയത്തെ ഓർക്കുന്ന ഈ ദിവസം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി, എനിക്കൊന്ന് പരിശുദ്ധമ്മയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മയിൽ നിന്ന് കേട്ട് എഴുതിയതാണ് ലൂക്കായുടെ സുവിശേഷം. അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ്. നമുക്ക് ഈ രണ്ടു പേരുടെ മാധ്യസ്ഥ്യം പ്രത്യേകം പ്രാർത്ഥിക്കാം. ലൂക്ക ഈശോയുടെ ഒരു ശിഷ്യനായിരുന്നില്ല, വിജാതീയനായ ഒരാളാണ്. വിജാതീയനായ ഒരാൾ ഈശോയെക്കുറിച്ച് പഠിച്ച് വളരെ ഭംഗിയായി പരിശുദ്ധമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചെങ്കിൽ ജന്മന കത്തോലിക്ക വിശ്വാസികളായ ഈശോയെക്കുറിച്ച് കുറേ അറിഞ്ഞ് പഠിച്ച് വളർന്ന് നമ്മുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണം നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. വളരെ ശ്രദ്ധയോടുകൂടെ ഭക്തിയോടുകൂടെ ഈ മുഴുവൻ അനുഗ്രഹവും നമ്മിലേക്ക് കടന്നു വരത്തക്ക വിധത്തിൽ നമുക്ക് പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
താഴ്മയായി ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവശക്തനാം ദൈവമേ നാഥനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവം യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഭൂതത്തിൻ പാറണിയണ്ടാവേ കാരുണ്യം തോകണേങ്ങളിൽ ലോകത്തിൻ പാറണിയണ്ടാവേ എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തെ നിർവലം പാദത്തിലുണ്ടേടു എങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തോകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവേ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ അംഗമാത്രം വരും പാവനൻ അംഗുതനേകനം നാദരു അംഗമാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുവിശേഷ രചനയും സുവിശേഷ പ്രഘോഷണവും വഴി അങ്ങ് സ്നേഹത്തിൻ്റെ രഹസ്യം ദരിദ്രർക്ക് വെളിപ്പെടുത്താൻ വിശുദ്ധ ലൂക്കായെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങ് നാമത്തിൽ ഇതിനകം തന്നെ അഭിമാനം കൊള്ളുന്നവർ ഒരേ ഹൃദയവും ഒരേ മനസ്സുമായി നിലനിൽക്കുവാനും എല്ലാ ജനതകളും അങ്ങ് രക്ഷ കാണാൻ അർഹരാകുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദര, എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. ക്രൈസ്കസ് ഗലാത്യയിലേക്കും തീത്തോസ് ദൽമാത്യയിലേക്കും പോയിക്കഴിഞ്ഞു. ലൂക്ക മാത്രമേ എന്നോടുകൂടെയുള്ളൂ. മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് ഏറെ പ്രയോജനപ്പെടും. തിക്കിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപ്പോസിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്ന എൻ്റെ പുറങ്കുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും കൊണ്ടുപോരണം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ്
അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം, കാരണം അവൻ നമ്മുടെ വാക്കുകൾ ശക്തിപൂർവം എതിർത്തവനാണ്. എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. കർത്താവെ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തി അവർ വർണ്ണിക്കും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അധ്യായം 10 വചനങ്ങൾ 1 മുതൽ 9 വരെ. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ തിരുനാളാണ്. ലൂക്ക നമ്മൾ കണ്ടു കഴിഞ്ഞൊരു വിജാതീയനാണ്. അന്ത്യോക്യയിലാണ് ജനിച്ചത്. ഇന്നലെ അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാൾ കൊണ്ടാടി. ഇദ്ദേഹം കൂട്ടുചേർന്ന് പ്രവർത്തിച്ച വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോടൊപ്പമാണ്. ഇന്നത്തെ 1-ാം വായനയിൽ ലൂക്ക മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനിയും മാതാവിനെക്കുറിച്ച് പറയുന്ന സുവിശേഷം എഴുതിയ ആൾ, അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തെ മാതാവിൻ്റെ സുവിശേഷം എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ലൂക്കായാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാനും ലൂക്കായും. അപ്പോൾ ലൂക്ക അത് പ്രത്യേക രീതിയിൽ കുറച്ചുകൂടി പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്നുകൂടി പറയുന്നു. പിന്നെ കുറേ കൂടി
കരുണയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ദരിദ്രരോട് പക്ഷം ചേരുന്ന ഒരു സുവിശേഷകനാണ് ലൂക്കാ സുവിശേഷകൻ. അതുകൊണ്ട് ദരിദ്രരുടെ സുവിശേഷം, കരുണയുടെ സുവിശേഷം എന്നൊക്കെ ആരും പറയാത്ത കഥകൾ പറഞ്ഞിട്ടുള്ളത് ഈ ലൂക്കാ സുവിശേഷകനാണ്. നല്ല സമറിയക്കാരൻ്റെ കഥ മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ധൂർത്തപുത്രൻ്റെ കഥ മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ലൂക്കായുടെ സുവിശേഷം. ലൂക്ക ഒരു ചരിത്ര മനസ്സുള്ള ഒരാളാണ്. സാഹിത്യം നല്ല, ഇപ്പോൾ നമ്മുടെ ലാസറും ധനവാനും അതൊക്കെ പറയുമ്പോഴും എത്ര രസകരമായിട്ടാണ് ഒരു സാഹിത്യ രൂപത്തിലാണ് ആ സംഭവമൊക്കെ വിവരിക്കുന്നത്. ഇനി കവിതകൾ, മറിയത്തിൻ്റെ സ്തോത്രഗീതം, സക്രിയ ഗീതം, ഇതൊക്കെ പറയുന്നത് ശിമയോൻ്റെ ഗീതം, ഇതൊക്കെ പറയുന്നത് ലൂക്കാ സുവിശേഷകനാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ചിത്രകാരൻ മാതാവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ. ലൂക്കായാണ് മാതാവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്, മാതാവിൻ്റെ. അപ്പം അങ്ങനെ ഒരു ചിത്രകാരൻ കൂടിയാണ്. ഇദ്ദേഹം ഒരു വൈദ്യനായിരുന്നു, വൈദ്യൻ. അപ്പോൾ വൈദ്യൻ എന്ന് പറഞ്ഞാൽ ദൈവ മനസ്സുള്ള വൈദ്യൻ. നല്ല ഡോക്ടർമാരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആണ് അവർക്ക് രോഗികളെ ചികിത്സിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ നമ്മുടെ എറണാകുളത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആശുപത്രിയിൽ നിന്ന് ഒരു ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ ഇവിടെ വന്ന് കുർബാനയിലൊക്കെ പങ്കുചേർന്ന് പോകും. ഞാൻ അത്ഭുതപ്പെടുകയാണ്. അവർ തൻ്റെ കഴിവുകളോടൊപ്പം ദൈവത്തെ കൂടി ആശ്രയിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 14-ാം വാക്യം, രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും, അതായത് വൈദ്യനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും യേശുവിൻ്റെ സൗഖ്യശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 6:19, അവന് ശക്തി പുറപ്പെട്ട രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. ആ വചനം ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ഇനി പനി വന്നപ്പോൾ പനിയെ ശാസിച്ച് സുഖപ്പെടുത്തുന്നത് ലൂക്കാ സുവിശേഷത്തിലാണ്. പനിയെ സുഖപ്പെടുത്തിയെന്ന് മാത്രം മറ്റ് സുവിശേഷങ്ങൾ പറയുമ്പോഴും ലൂക്ക പറയുകയാണ്, ലൂക്ക 4:39, പനി വരുമ്പോൾ, കുട്ടികൾക്ക് പനി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വചനമാണ് ലൂക്ക 4:39. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു, അതവളെ വിട്ടുമാറി, ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവേ, കലശലായ പനി അങ്ങ് നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ലൂക്ക ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ ആത്മാവിൻ്റെ നിറവോടുകൂടി ജോർദാനിലേക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ ഓരോ വചനം പറയുമ്പോഴും എൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ആത്മാവിൻ്റെ ഒരു നയിക്കൽ, അതിനെക്കുറിച്ച് ലൂക്ക എപ്പോഴും പറയാറുണ്ട്. ഇനി അപ്പോസ്തല നടപടി എഴുതിയത് ലൂക്ക തന്നെയാണ്. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും തുടക്കം അത് ഒരാൾ തന്നെയെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പെന്തക്കോസ്ത് അനുഭവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അത് ലൂക്ക തന്നെയാണ്. ലൂക്ക പറയുന്ന ധൂർത്തപുത്രൻ്റെ കഥയിൽ അപ്പോൾ അവന് സുബോധമുണ്ടായി. പന്നിക്കൂട്ടിൽ നിന്ന് ആരും വിളിക്കാൻ പോയില്ല, അപ്പം പോയി വിളിച്ചോ. ഇനി അവിടെ നിന്ന് ആരും വീട്ടിൽ പോകാൻ പറഞ്ഞില്ല. അപ്പോൾ ആരാണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നയിക്കലെക്കുറിച്ച് അത് ലൂക്ക പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രമീകരണം അത് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഇനി ലൂക്കായുടെ പ്രത്യേകത 2 കാര്യങ്ങൾ, 2 ചിന്തകളാണ്. 2 പേരെ വെച്ച് കഥകൾ പറഞ്ഞിട്ടുള്ളത് അത് സുവിശേഷങ്ങളുടെ ഒരു രീതിയാണ്. 2 പേരെ വെച്ച് കഥകൾ പറയുക, എന്നിട്ട് നമുക്കൊരു സന്ദേശം നൽകുക. ഇപ്പോൾ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകുന്നു, മറ്റുള്ളവരത് കണ്ട് പെറുപെറുക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നു, ഇവളാണ് എന്നെ കൂടുതൽ സ്നേഹിച്ചത്. മനസ്സിലായോ? അപ്പം അവർക്ക് തന്നെ മാർക്കിട്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ കുറച്ചുകൂടി പറ്റും, അദ്ദേഹത്തെ പാപി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മാർക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പാപിനിക്ക് മാർക്കിട്ടു, പാപിനിക്ക് നല്ല മാർക്ക് കൊടുത്തു. ഇനി 2 പേര് പ്രാർത്ഥിക്കാൻ പോയില്ല, ചുങ്കക്കാരനും ഫരിസേയനും. 2 പേരെ വെച്ച് കഥ പറയുന്ന കൂട്ടത്തിൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടതായിട്ട് വചനം പറയുകയാണ്. അത് ലൂക്ക 18-ലാണ്. ഈ സമരിയക്കാരൻ, ആ അർദ്ധപ്രാണനാക്കപ്പെട്ടവനെ സഹായിച്ചവരും സഹായിക്കാത്തവരും. അപ്പം 2 ഗണമായിട്ട് അങ്ങനെ പറയുന്നു. ധൂർത്തപുത്രൻ്റെ കഥയിൽ ആ കഥ തുടങ്ങുന്നത് ആടുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച്. ആടുകൾ, കൂടെയുള്ള ആടുകൾ, നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, പിന്നീട് വീട്ടിലുള്ള മകൻ, വീടിന് പുറത്തുപോയ മകൻ, എന്നിട്ട് 2 പേരെ വെച്ച കഥകൾ പറയുന്നു. ഇനി ധനവാനും ലാസറും, അത് ലൂക്ക 17-ലാണ്. ഇനി ലൂക്ക 23-ലാണ് 2 കള്ളന്മാർ. അത് നല്ല കള്ളൻ്റെ പ്രാർത്ഥന. ആരാണ് ബെറ്റർ എന്ന് കാണിക്കാൻ വേണ്ടി 2 പേരും കള്ളന്മാരാണ്, മെച്ചപ്പെട്ട കള്ളൻ. അങ്ങനെ 2 പേരുടെ കഥകൾ പറഞ്ഞ് ഇത് പറയുന്നത് എന്തിനാ? നമ്മളെ ഒന്ന് താരതമ്യം ചെയ്തൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലൂക്കായുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ലൂക്ക തരുന്ന മറ്റൊരു സന്ദേശമാണ്, അത് നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തീർത്ഥാടനം നടത്തുന്നു, ജപമാല മാസമാണ്, ഒത്തിരി ജപമാല ചൊല്ലുന്നു,
ജപമാല, ഒന്നിൽ കൂടുതൽ ജപമാല ചൊല്ലുന്നവരൊന്ന് കരമുയർത്താവോ? ഒന്നിൽ കൂടുതൽ ജപമാല, ഒരു 10 ജപമാല ദിവസം ചൊല്ലുന്നവർ കരമുയർത്താവോ? 10 ജപമാല. അതിനൊരു ചോദ്യമാണ്, 10 ജപമാല ചൊല്ലുമ്പോഴും ദൈവ സാന്നിധ്യത്തിലാണോ ചൊല്ലിയത്? പല വിചാരത്തിലാണോ ചൊല്ലിയത്? പല വിചാരത്തിലാണോ? ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വിടുന്നതല്ലാതെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യ അപബോധത്തിലാണോ ചെയ്തത്? അതൊരു ചോദ്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊന്ത ചൊല്ലിയാൽ മതി. ഒരു കൊന്ത ചൊല്ലുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ ചെയ്താൽ അതിന് കൊടുക്കുന്ന വെയിറ്റ് തന്നെ മതി. 10 ചൊല്ലിയിട്ടും ദൈവസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എന്നാ ഗുണം? അതാണ് ലൂക്ക പറയുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് വരിക. ജസ്റ്റ് കം ടു ദ അവയർനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് വരിക, എന്നിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരിക. നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ദൈവത്തോട്, ദൈവസാന്നിധ്യത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എത്ര കൊന്ത ചൊല്ലിയാലും ബൈബിൾ വായിച്ചാലും ദൈവസാന്നിധ്യ അവബോധത്തിലായിരിക്കണം. എന്നിട്ട് ദൈവസാന്നിധ്യ അവബോധത്തോട് റെസ്പോണ്ട് ചെയ്യണം. പാപിയാണെങ്കിൽ പാപം മാറ്റം വരുത്തണം. അതാണ് ലൂക്ക പറഞ്ഞിട്ടുള്ള കഥകളിൽ ഒന്ന് ശ്രദ്ധിച്ച്. ധൂർത്തപുത്രൻ പാപം ചെയ്ത് വീട്ടിൽ നിന്ന് പോയി, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയി. എന്നിട്ട് അവന് മനസ്സിലായി അപ്പനാണ് സ്വത്ത്, അപ്പനാണ് സ്വത്ത്. അതുകൊണ്ട് അവൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല. നമുക്കിപ്പോഴും ദൈവമല്ല സ്വത്ത്, നമുക്ക് ജോലി, കുഞ്ഞ്, കടബാധ്യത, വീട്, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദൈവമല്ല നമ്മുടെ സ്വത്ത്. ദൈവമാണ് സ്വത്തെങ്കിൽ നമ്മൾ ദൈവത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ധൂർത്തപുത്രൻ വീട്ടിൽ വന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല, ദൈവത്തെ മാത്രം, അപ്പനെ മാത്രം മതി. ഇനി സഖ്യവൂസിൻ്റെ കാര്യം എടുത്തേ. സഖ്യവൂസ് ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് വന്നു, എന്നിട്ട് മാറ്റം ഉണ്ടായി. ദൈവസാന്നിധ്യം മനസ്സിലായപ്പോൾ അയാൾ മരത്തിൽ ചാടിക്കേറി. കുള്ളനായിട്ടുള്ള ഒരാൾ, ഒരു 50 വയസ്സ് പ്രായമുള്ള ആളാണെങ്കിൽ എങ്ങനെ മരത്തിൽ കയറും? അയാളെ മരത്തിൽ കയറാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ? അതാണ് നടപടി. റിസ്ക് എടുക്കുന്നതാണ്, നടപടി എടുക്കാം. എന്നിട്ട് അയാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. അത്ഭുതം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇനി നല്ല കള്ളൻ 2 കള്ളന്മാരുണ്ട്. നല്ല കള്ളൻ എങ്ങനെ ഈശോയാണ് കൂടെ ഉള്ളതെന്ന് എങ്ങനെ മനസ്സിലായി? ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് വരിക. അവൻ മറ്റവനെ ശകാരിച്ചു, ഇത് ദൈവമാണ്, ഇവനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണം, എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. മിനിമം പ്രാർത്ഥിക്കുന്നവൻ ദൈവസാന്നിധ്യ അവബോധത്തിൽ വരുമ്പോൾ മിനിമം പ്രാർത്ഥിക്കുന്നവനാണ്. അങ്ങനെ വല നിറയെ മത്സ്യം കിട്ടുന്ന സംഭവം പറയുന്നത് ലൂക്കായുടെ 5-ാം അധ്യായത്തിലാണ്. അപ്പൊ പത്രോസ് അത് കർത്താവാണെന്ന് മനസ്സിലായപ്പോൾ പാപിയാണ് കർത്താവേ എന്ന് പറഞ്ഞു. ദൈവസാന്നിധ്യ അവബോധം ഉണ്ടാകുമ്പോൾ അത് മാറ്റമുണ്ടാകും. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെയാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈശോ നോക്കുമ്പോൾ പത്രോസ് മനം നൊന്ത് കരഞ്ഞു. ദൈവത്തെ തിരിച്ചറിയുക, ജീവിതത്തിൽ മാറ്റം വരുത്തുക, അനുഗ്രഹം ഉണ്ടാവും. ഇനി പാപിയല്ലാത്ത ഒരാളുണ്ട്, ബർത്തമേയോസ്. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പം ദൈവസാന്നിധ്യത്തിലേക്ക് വരിക, കർത്താവിനെ വിളിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇത് ലൂക്ക പഠിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. നമ്മളിവിടെ തീർത്ഥാടനം നടത്തുമ്പോഴും ഈ ഒക്ടോബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ദൈവസാന്നിധ്യ അവബോധത്തിൽ വരണം. ദൈവസാന്നിധ്യ അവബോധത്തിൽ വരുന്നവരുടെ പ്രത്യേകതകൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രവിക്കും. പിന്നെ ദൈവസാന്നിധ്യ അബോധത്തിൽ വരുന്ന ഒരാൾ ഈ കുർബാന മധ്യ ഫോട്ടോ എടുക്കില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ സ്ഥലമല്ലേ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചിരിച്ചും കളിച്ചിരിക്കാനുള്ള സ്ഥലമാണോ? ദൈവസാന്നിധ്യ അവബോധത്തിൽ വരുന്ന ഒരാൾ ഷോർട്സ് എടുത്ത് പള്ളി വരില്ല. ദൈവസാന്നിധ്യ അവബോധത്തിൽ വരുന്ന ഒരാൾ തലയിൽ സ്കാഫൊക്കെ ധരിച്ച് ഭംഗിയായിട്ട് പരിശുദ്ധ കുർബാനയെ പങ്കുചേരും. ദൈവസാന്നിധ്യ അവബോധം, അതിനനുസരിച്ച് നടപടി ഉണ്ടാകുക, അനുഗ്രഹം പ്രാപിക്കും. അതാണ് അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ ഒരു കാരണം ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് വരാത്തതാണ്. ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈശോയെ പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ലൂക്ക പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ച് ഈശോയെ പഠിക്കാൻ ശ്രമിച്ചത്. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ, എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്തും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനിയെന്നും എന്നുള്ളിൽ പുതുസ്നേഹമാകണേ. അമ്മേ മരിയേ, എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ,
എൻ പുണ്യം നീയേ അമ്മേ മരിയേ, എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ, എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. വിശുദ്ധ ലൂക്കായെ അമ്മയെ കൂട്ടുപിടിച്ച് ഈശോയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന പോലെ അമ്മയെ, പരിശുദ്ധ അമ്മയെ, അമ്മ നിന്നെ കൂട്ടുപിടിച്ച് ഈശോയെ അറിയാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. അതാണി കൈക്കൊള്ളണേ, ഇനി നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, അങ്ങേ കൈക്കൊള്ളണേ. നാദാ സമർപ്പിക്കുന്നു, ഇന്നേ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വർഗീയ ദാനങ്ങളാൽ സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ തിരുനാളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കകൾ ഞങ്ങൾക്ക് സൗഖ്യവും മഹത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ അങ്ങേ സഭയെ ഉറപ്പിച്ചു നിർത്താൻ അങ്ങിടയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനങ്ങൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയും നിന്ദനവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ്
സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് വിശുദ്ധ അൾത്താരയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധ ലൂക്ക പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. നമ്മൾ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. മരിയൻ അഭിഷേകമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ, മാതാവിൻ്റെ ഭക്തനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഭിഷേകമുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കാൻ കർത്താവിന് ഒരു പ്രയാസമില്ല. കരങ്ങൾ ഉയരട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ ദാസീദാസന്മാരെ അനുഗ്രഹിക്കണമേ. കാലങ്ങളായി ഈ ദേശങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ, ബന്ധനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, തടസ്സങ്ങൾ, അപകടങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വീൽചെയറിലുള്ളവർ, ആശുപത്രിയിൽ കഴിയുന്നവർ, ഏതെങ്കിലും രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, കഴിക്കുന്ന മരുന്നുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഫലിക്കട്ടെ. ക്യാൻസർ രോഗികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ വഴിമാറിപ്പോകട്ടെ. കൂടെ കൂടെ വരുന്ന രോഗങ്ങൾ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. രാത്രി ഞെട്ടിയുണർന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണമേ. ബുദ്ധി തെളിയട്ടെ, ഓർമ്മശക്തി വർദ്ധിക്കട്ടെ. വൈവാഹിക തടസ്സങ്ങൾ, വിവാഹ ദോഷങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തിലേക്കുള്ള വിളി നൽകി അനുഗ്രഹിക്കണമേ. കാലങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് വിളിച്ചു. സൃഷ്ടികർമ്മത്തിൽ അങ്ങ് അവരെ പങ്കുചേർപ്പിച്ചിട്ടില്ല. കരുണ കാണിക്കണമേ കർത്താവെ. അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ, ഉന്നതമായ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ എളിയ ദാസീദാസന്മാർക്ക് അവസരം കൊടുക്കണമേ, കൃപ കൊടുക്കണമേ. ഭവന നിർമ്മാണം പൂർത്തീകരിക്കട്ടെ. കടബാധ്യതകൾ ഇതെന്ന് തീർക്കുമെന്ന് കരുതി വിഷമിച്ചുകൊണ്ട് നടക്കുന്ന മക്കളുടെ കടബാധ്യതകളെ കർത്താവെ ഏറ്റെടുക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നാട്ടിലും വിദേശത്തും ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വന്നിരിക്കുന്നവരുണ്ട്. കർത്താവെ, വഴി തുറന്നു കൊടുക്കണമേ, ക്രമീകരിച്ചു കൊടുക്കണമേ. നിരാശ വിട്ടുമാറട്ടെ, മദ്യപാനം മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ഭയം മാറട്ടെ, നിരാശ വിട്ടുപോട്ടെ, ആത്മഹത്യ പ്രവണത മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങ് ദൈവം, അങ്ങ് ദൈവമായ കർത്താവ് ഈശോ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ. ആരോ തോളത്ത് തട്ടി, മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് വിളിച്ച് കർത്താവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന അനുഭവം അനേകർക്ക് നൽകണമേ.